ഹലോ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോൻ്റെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും. ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോഴപ്പോൾ അതുപോലെ തന്നെ എൻ്റെ കുഞ്ഞു വീട്ടിലെ എൻ്റെ കൊച്ചു സന്തോഷങ്ങളും ഒക്കെയാണ് വീഡിയോയിൽ. ഉള്ളത് വെച്ച് നമ്മൾ ഓണം പോലെ എന്ന് പറഞ്ഞതുപോലാണ് ഇന്നത്തെ കാര്യം കേട്ടോ. ഇന്ന് 1-ാം തീയതി, ഇന്ന് കുംഭമാസം 1-ാം തീയതി കേട്ടോ. 1-ാം തീയതി നമ്മൾ മീൻ വാങ്ങിക്കത്തില്ല കേട്ടോ. ഈ ഉള്ളത് കൊണ്ട് ഞാനിങ്ങനെ തട്ടിക്കൂട്ട് കറികളൊക്കെ ഉണ്ടല്ലോ, അത് തന്നെയാണ് ഇന്ന് കേട്ടോ. സത്യം ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് കഴിയും. ഇന്നത് കിട്ടിയേ ഞാൻ ഇതൊക്കെ വെക്കത്തുള്ളൂ എന്നൊന്നും ഞാൻ ഇരിക്കത്തില്ല. എന്താ കൈ കിട്ടുന്നത് അത് വെച്ച് നമ്മളങ്ങ് കൂട്ടാനും കറിയും വയ്ക്കും കേട്ടോ. അങ്ങനെയാണ് എന്നും. എല്ലാവർക്കും സുഖമാണോ? എല്ലാവർക്കും സുഖമാണെന്നൊക്കെ അറിയുന്നു. ഇന്ന് കണ്ണട വാങ്ങിക്കാൻ പോകണമെന്നൊക്കെ പറഞ്ഞിരുന്നതാണ്. ഇന്ന് 1-ാം തീയതി ആയതുകൊണ്ടേ ഞാനങ്ങ് മടിച്ചു കേട്ടോ. 1-ാം തീയതി ഹോസ്പിറ്റലിൽ പോയ ആ മാസം മൊത്തവും നമ്മൾ ഹോസ്പിറ്റലിലായിരിക്കും. ഞങ്ങൾക്ക് പണി കിട്ടിയതാണേ. ഇവിടുത്തെ എൻ്റെ അമ്മയും ഇവിടുത്തെ അമ്മയും രണ്ടും എൻ്റെ അമ്മമാരാണ്. എൻ്റെ അമ്മയെന്ന് പറയുമ്പം അത് അങ്ങനത്തെ അമ്മ. ഈ 2 പേരും ആശുപത്രി കയറി ഇറങ്ങിയതെല്ലാം ഈ 1-ാം തീയതി ദിവസമാണ് കേട്ടോ. ഇവിടുത്തെ അമ്മ വീണത് BP കൂടി വീണത് അതും ഒരു 1-ാം തീയതിയാണ്. അവിടുത്തെ അമ്മ കണ്ണിൻ്റെ സർജറിക്കായിട്ട് വന്നത് ഈ ഒരു 1-ാം തീയതി ദിവസമാണ്. എൻ്റെ പൊന്നെ ഞങ്ങൾ വണ്ടി കയറിയപ്പോഴേ പറയും ഇന്ന് 1-ാം തീയതിയായിട്ട് പോകണം. ഫുൾ അമ്മയ്ക്ക് കണ്ണിൻ്റെ സർജറിയോ നടന്നില്ല. പക്ഷെ അമ്മയ്ക്ക് പല അസുഖങ്ങളായിട്ട് ആ ഒരു 2 മാസം 1-ാം തീയതി ആണല്ലോ. ആ മാസം ഫുൾ അമ്മ ഹോസ്പിറ്റലിലായിരുന്നു കേട്ടോ. അവിടെ അഡ്മിറ്റായി. അങ്ങനെ ഒത്തിരി സംഭവ വികാസങ്ങൾ ഒരു 3-4 മാസത്തിനകം നടന്നു കിട്ടി കേട്ടോ. നേരത്തെ നമുക്കറിയാം 1-ാം തീയതി ദിവസം അത് അച്ചിട്ടാണ്. ഇന്ന് ഞാൻ ഈ 1-ാം തീയതി ഉണ്ടല്ലോ, ഞാൻ ഒരു വക ജോലി ചെയ്യത്തില്ല. ഞാൻ ഒന്നും ചെയ്യത്തില്ല. എന്തേലും നമ്മുടെ കുഞ്ഞ് അടുക്കളയിൽ എന്തേലുമൊക്കെ വെക്കും. തുണി കഴുകത്തില്ല, വേറൊന്നും ചെയ്യത്തില്ല കേട്ടോ. കുഞ്ഞു പണികൾ ചെയ്യും. അങ്ങനെയുള്ളൂ കേട്ടോ. നമുക്ക് അല്ലെങ്കിൽ പണി കിട്ടും. നമ്മൾ നന്നായിട്ട് ഒത്തിരി മുഷിഞ്ഞ് ജോലി ചെയ്താൽ ആ മാസം ഫുൾ പോക്കാണ്. എനിക്കത് വിശ്വാസമാണ്. ഞാൻ 1-ാം തീയതി ദിവസം കള്ളങ്കളിച്ചിരിപ്പാണ് ഇവിടുത്തെ മെയിൻ പരിപാടി. ഞാൻ പറഞ്ഞില്ലേ, തട്ടിക്കൂട്ട് പരിപാടികളും കൊണ്ട് നമ്മളങ്ങ് ഇരിക്കും കേട്ടോ. അങ്ങനെ ഒരു ദിവസമാണ് ഇത് കേട്ടോ. വീഡിയോ ഒക്കെ കാണാൻ പോകാം കേട്ടോ. നമുക്ക് ഇച്ചിരിയേ ഉള്ളൂ. കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ആദ്യമായി കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടല്ലോ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നിങ്ങൾക്ക് എന്നെയും എൻ്റെ വീഡിയോയും എൻ്റെ കുഞ്ഞു പാചകങ്ങൾ ഇഷ്ടമാവുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ആ കമൻറ്റ് ഒന്ന് എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും പറയാം കേട്ടോ. അത് എന്ത് കുറവുകളാണേലും നമുക്ക് എപ്പോഴല്ലേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ നമ്മളുടെ ആ കുറവുകൾ. ഇന്നലത്തെ കമൻറ്റിൽ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ തുടങ്ങിയ അന്ന് മുതൽ ഞാൻ പറയുന്ന ഒരു വാക്കാണ് അപ്പോഴേ കേട്ടോ. നമ്മൾ ഒത്തിരി പ്രാവശ്യം അത് ആവർത്തിച്ച് അന്നേരം നാത്തിൻ്റെ മോളും പറഞ്ഞ അത്തേ ഇതേപോലെ അങ്ങനെ പറയല്ലേ എപ്പോഴും. പക്ഷെ ഞാനത് അങ്ങ് ആവർത്തിച്ച് കൊണ്ടേ ഇരിക്കുവാണേ. വീഡിയോ നമ്മൾ എടുത്തു കഴിഞ്ഞിട്ട് വീണ്ടും ആവർത്തിക്കുമ്പോൾ അത് വീണ്ടും ഞാനങ്ങ് പറയും കേട്ടോ. നമ്മളത് ഓർക്കാതെ അങ്ങനെ വന്നു പോകുന്നത് കേട്ടോ. അല്ലാതെ നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല കേട്ടോ. ഒത്തിരി സന്തോഷമേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെ നമുക്ക് കമൻറ്റിൽ കൂടി നിങ്ങൾ ഓരോന്നും പറഞ്ഞു തരുമ്പോൾ സന്തോഷമേ ഉള്ളൂ കേട്ടോ വായിക്കാനും കേട്ടോ. കമൻറ്റ് എല്ലാവരും എനിക്ക് തന്നോളൂ. എത്ര താമസിച്ചാലും ആ കമൻറ്റിന് ഞാൻ ആൻസറും തരും കേട്ടോ. നമുക്ക് വീഡിയോ കാണാൻ പോകാം. ഇന്ന് നമ്മൾ റവയുടെ ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. നമ്മൾ മൺചട്ടിയിലൊക്കെ ഇത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് കലാപരമായിട്ടാണ് കേട്ടോ. മൺചട്ടി നമുക്ക് എല്ലാത്തിനും ഉപയോഗിക്കാം കേട്ടോ. ഞാനിത് തോരൻ വയ്ക്കും, എല്ലാം ചെയ്യും ഇതിനകത്ത് കേട്ടോ. എനിക്കൊത്തിരി ഇഷ്ടമാണ് ഈ ചരുവം മാതിരി ഇരിക്കുന്ന നമ്മുടെ ചീനച്ചട്ടി കേട്ടോ.
അപ്പോൾ എണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയാണേ നമ്മൾ ഉപയോഗിക്കുന്നത്, അല്ലാത്ത എണ്ണയൊന്നും ഞാൻ ഇവിടെ എടുക്കത്തില്ല കേട്ടോ. അപ്പോൾ ഇല്ലെങ്കിൽ ഇല്ലാത്ത പോലെ കഴിയും, എന്നാലും വേറെ എണ്ണയൊന്നും വാങ്ങിക്കത്തില്ല കേട്ടോ. നമ്മുടെ കടുക് ഒക്കെ ഒന്ന് പൊട്ടട്ടെ. അപ്പോഴെല്ലാവർക്കും സുഖമാണോ? അപ്പോഴും നമുക്കും ഇവിടെ സുഖം തന്നെ. ഈ അപ്പോഴെന്ന് ഒത്തിരി ഞാൻ പറയുന്നുണ്ട്, അത് ആദ്യം മുതലുള്ള വീഡിയോ എടുത്തു വെച്ച് നോക്കിയാൽ അറിയാം കേട്ടോ. അപ്പോൾ ഇന്നലെ എനിക്കൊരു കമൻറ്റ് വന്നു, രണ്ടാമത്തെ കമൻറ്റാണ് ഈ അപ്പോഴും. അപ്പോൾ എൻ്റെ നാത്തൂൻ്റെ മോളുണ്ടല്ലോ, അവൾ ആദ്യമേ അത് കണ്ടുപിടിച്ചു കേട്ടോ. കണ്ടുപിടിച്ച അത്തയും ഇതേപോലെ അത്ത ഒത്തിരി പ്രാവശ്യം ഇങ്ങനെ അപ്പോഴെന്ന് പറയുന്നുണ്ട്, മാറ്റണേ നാണക്കേടാണേ എന്നൊക്കെ അന്ന് അവൾ പറഞ്ഞായിരുന്നു കേട്ടോ. പക്ഷേ ഈ നമ്മളിങ്ങനെ പറയുന്നതുണ്ടല്ലോ വീണ്ടും എനിക്കറിയത്തില്ല എന്താണെന്ന് കേട്ടോ. നമ്മൾ കട്ട് ചെയ്തിട്ട് പിന്നെ വീണ്ടും എടുക്കുമ്പോഴാണ് എനിക്ക് കൂടുതൽ ഈ പ്രശ്നം വരുന്നത് കേട്ടോ. അപ്പോൾ എന്തോ പറയേണ്ടത് നമുക്ക് അറിയത്തില്ല കേട്ടോ. അന്നേരം ഈ അപ്പോഴൊന്നങ്ങ് ആയിപ്പോവും കേട്ടോ, സോറി. അപ്പോൾ ഞാൻ മാറ്റാനൊക്കെ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. എനിക്കങ്ങ് ചിരിയും വരും കേട്ടോ. രണ്ടാമത്തെ ആളാണ് അങ്ങനെ പറഞ്ഞത് കേട്ടോ. ഇങ്ങനെ ഒത്തിരി പ്രാവശ്യം പറയുന്നത് സത്യമാണ്. ഞാൻ ഒത്തിരി പ്രാവശ്യം അത് ആവർത്തിക്കുന്നുണ്ട്. ചിലരുടെ ഒക്കെ വീഡിയോ എടുത്ത് നോക്കിയാൽ അറിയാം, അവർ പറയുന്നത് അത് ഒരുപാട് പ്രാവശ്യം ഒരു വീഡിയോയ്ക്ക് അതിങ്ങനെ പറയും. അയ്യോ രസമുണ്ട് കേട്ടോ. അപ്പോൾ കമൻ്റ് എല്ലാം അറിയിക്കുന്നതിന് ഒത്തിരി സന്തോഷമേ ഉള്ളൂ, അത് വായിക്കാനും എനിക്ക് സന്തോഷമേ ഉള്ളൂ കേട്ടോ. നമ്മളിത്തിരി കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുത്തു കുറച്ച്. ഇങ്ങനെയാണ് ഇവിടെ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത്. പിന്നെ തട്ടിക്കൂട്ട് ഉപ്പുമാവ് ഉണ്ടാക്കുവാണ്. അപ്പം നേരത്തെയൊക്കെ ആണെങ്കിൽ ഇതേപോലെ 1-ാം തീയതി തലേ ദിവസം അമ്മയ്ക്കും നമ്മൾ ആ ഉഴുന്നിൻ്റെ ഉണ്ടാക്കത്തുള്ളൂ കേട്ടോ, മാസം 1-ാം തീയതി. പക്ഷേ ഇപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഇന്നലെ മറന്നും പോയി, ഇന്ന് 1-ാം തീയതിയാണെന്ന്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഉഴുന്നിൻ്റെ എന്തെങ്കിലും ഉണ്ടാക്കാമല്ലോ. പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നു, ഈ 1-ാം തീയതി ദിവസം ഉഴുന്നിൻ്റെ കഴിക്കത്തുള്ളായിരുന്നു എല്ലാവരും. ഇന്നലെ അങ്ങ് മറന്നും പോയി ഞാൻ. കുറച്ച് ഇച്ചിരി ഒത്തിരി ഒന്നുമില്ല മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കും കേട്ടോ. ബീൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ബീൻസൊക്കെ അരിഞ്ഞിടാമല്ലോ. പക്ഷേ ഇന്നിപ്പോൾ എനിക്ക് ബീൻസ് ഇല്ല കേട്ടോ. അല്ലെങ്കിൽ പച്ചക്കറിയൊക്കെ ആകുമ്പോൾ കുഞ്ഞുങ്ങളങ്ങ് കഴിക്കുമല്ലോ, പച്ചക്കറിയൊക്കെ ഉണ്ടെങ്കിൽ. ഇത് ഇത്രയും റവ എടുത്തിട്ടുണ്ട്. നമ്മൾ വെള്ളവും ചൂടാക്കി വെച്ചിട്ടുണ്ട്. വെള്ളമൊക്കെ ചൂടാക്കി വെച്ചാൽ എളുപ്പം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇതിനകത്ത് വെള്ളം ഒഴിച്ച് ചൂടായി വരുമ്പോഴത്തേന് ഇത്തിരി താമസമാകും. അപ്പം ഞാനിങ്ങനെയൊക്കെയാണ് വെള്ളം ഒന്ന് ചൂടാക്കി വയ്ക്കും, എളുപ്പം കാര്യം നടക്കുമല്ലോ. ഇതൊന്ന് വേവട്ടെ, ഒന്ന് വഴന്ന് വരട്ടെ. അങ്ങനെ നമ്മുടെ ഇനി അങ്ങനെ തന്നെ ഞാൻ പറയത്തുള്ളൂ, അപ്പോഴൊന്നും പറയത്തില്ല. എന്നെ എല്ലാവരും എടുത്തിട്ട് അടിക്കാൻ വരും കേട്ടോ. അങ്ങനെ നമ്മുടെ ഈ സവാളയും ക്യാരറ്റും ഇഞ്ചിയും ഇതൊക്കെ ഇട്ടിട്ടുണ്ട്, പച്ചമുളകും എല്ലാം ഇട്ടതാണ് കേട്ടോ, പറയാൻ മറന്നുപോയി. അപ്പോൾ ഇനി അങ്ങോട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കും കേട്ടോ. ഇപ്പൊക്കെ ഇട്ടയാണല്ലോ, അപ്പോൾ പെട്ടെന്ന് തിളയ്ക്കും കേട്ടോ. ഇതിപ്പം ചൂടുവെള്ളം, ഞാൻ തിളപ്പിച്ച വെള്ളമാണ് ഞാൻ ഒഴിച്ചത്. നിങ്ങൾ വിചാരിക്കും ഈ മുളകൊക്കെ ഇങ്ങനെ ഇട്ടേക്കുന്നത് എന്താ. എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ റവയ്ക്കകത്ത്, ഉപ്പുമാവിനകത്ത് റവ എടുത്ത് കഴിക്കാൻ. റവയല്ല, റവയ്ക്കകത്ത് മുളക് ഇങ്ങനെ ഈ കടുക് വറുത്ത മുളകുണ്ടല്ലോ, ഞാൻ അതിനകത്തിട്ട് ഞെരടി തിന്നും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. തിളച്ചിരുന്ന വെള്ളമാണ്, ഞാൻ തിളപ്പിച്ച് വെച്ചിരുന്ന വെള്ളമാണ്. എന്നിട്ട് നമ്മുടെ റവയും കൂടെ ഇട്ട് കൊടുക്കും കേട്ടോ. എന്നിട്ട് നമ്മളിവിടെ ഉണ്ടല്ലോ, നമ്മളിവിടെ തേങ്ങ ഇടും കേട്ടോ റവയ്ക്കകത്ത്. നമ്മുടെ ഇവിടെയൊക്കെ എനിക്കറിയത്തില്ല, നമ്മുടെ വീട്ടുകാർ ഇങ്ങനെ റവയ്ക്കകത്ത് തേങ്ങ ഇടും കേട്ടോ. ഉപ്പുമാവ് നമ്മൾ അങ്ങനെയാണ് ഇവിടെ ഉണ്ടാക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇവൻ അവിടെ ഇരുന്നങ്ങ് സെറ്റാവും കേട്ടോ. ഞാൻ ഒന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് ഞാൻ കാണിക്കാമേ. ഈ ഇളക്കി മറിച്ച് ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അപ്പോൾ കുറച്ച് ഞാൻ നെയ്യ് ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്നതായിരുന്നു. അതായത് ഇത്തിരി കഴിയുമ്പോൾ ഈ ആളങ്ങ് സെറ്റ് ആയിക്കോളും, ഇവരുമായിട്ട് അങ്ങ് കൂട്ടുപിടിക്കോളും കേട്ടോ. ഇനി കുറച്ച് തേങ്ങയും കൂടെ നമ്മൾ തിരിയിടും കേട്ടോ. അങ്ങനെയാണ് നമ്മളിവിടെ ഈ ഉപ്പുമാവ് തയ്യാറാക്കുന്നത്. അടച്ച് വെച്ചൊന്ന് പതിയെ എല്ലാം വെന്തതാണല്ലോ, സംഭവങ്ങളെല്ലാം വെന്തതാണ്. ഇനി ഒന്ന് അടച്ച് വയ്ക്കാം.
അപ്പം നമ്മുടെ മണ്ണിൻ്റെ അടപ്പ് ചട്ടി വെച്ച് തന്നെ അടച്ചു കൊടുക്കാം. പതിയനെ ഇരുന്ന് വേവട്ടെ. ഞാൻ തേങ്ങ തിരുകി കൊണ്ടുവരട്ടെ. അങ്ങനെ നമ്മൾ തേങ്ങയൊക്കെ തിരുകി കൊണ്ടുവന്നേ തേങ്ങ ഇട്ട് കൊടുക്കാം. കുറച്ച് തേങ്ങ കേട്ടോ. അപ്പോൾ നമ്മളിവിടെയൊക്കെ ഇങ്ങനെയാണ്. എനിക്കറിയാം, വീണ്ടും ഞാൻ പറയാം, നമ്മൾ നമ്മുടെ വീട്ടിൽ ഇങ്ങനെയാണ് കേട്ടോ. എനിക്കറിയത്തില്ല ബാക്കിയുള്ളവരൊക്കെ എങ്ങനെയാണെന്ന്. തേങ്ങ ഇടുവോ എന്തോ എനിക്കറിയത്തില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇങ്ങനെയാണ്. അല്ലാതെ ഞങ്ങൾക്ക് ഇഷ്ടമല്ല കേട്ടോ. തേങ്ങയിട്ടേ ഇവിടെ ഉപ്പുമാവ് ഉണ്ടാക്കത്തുള്ളൂ. അപ്പോഴെല്ലാം സെറ്റായി കേട്ടോ. നന്നായിട്ടെല്ലാം വെന്തു. ഇനി പഴമോ വേറെ എന്തെങ്കിലും കറി കൂട്ടി കഴിക്കുമോ എന്തോ എനിക്കറിയത്തില്ല കേട്ടോ. ഈ ഉപ്പുമാവൊക്കെ നമ്മളിവിടെ പഴമാണ് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കും. എളുപ്പമുള്ള ഉണ്ടാക്കാൻ പറ്റിയ ഒരു പലഹാരമാണെന്ന് തോന്നുന്നു ഉപ്പുമാവല്ലേ. ആണ്. ശരി, കളർ നല്ല രസമല്ലേ. ഈ ക്യാരറ്റിൻ്റെ ആ മഞ്ഞയും നമ്മൾ മഞ്ഞപ്പൊടി ഇട്ട് ഒരു മഞ്ഞ കളർ എല്ലാം കൂടെ ആകുമ്പോൾ നല്ല രസം. കറിവേപ്പിലയുടെ പച്ച കളറും പിന്നെ നമ്മൾ കടുക് വറുത്ത മുളകും ഒക്കെ കിടക്കുമ്പോൾ എന്തോ ഭംഗി. ഒന്നും ഇല്ലല്ലോ നമ്മൾ വാരി കഴിക്കും കേട്ടോ. അപ്പോൾ ഉപ്പുമാവിൻ്റെ പരിപാടി കഴിഞ്ഞു. രാവിലെ ഞാൻ അരിയൊക്കെ കഴുകി അടപ്പത്തിട്ട് കേട്ടോ. രാവിലെ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കി നമ്മൾ കാപ്പിയൊക്കെ കുടിച്ചു കഴിഞ്ഞു. ചോറ് വെന്തു. അപ്പോഴിന്ന് നമ്മൾ പടവലങ്ങ തേങ്ങ തിരികിട്ട് ഉള്ള തോരനാണ് കേട്ടോ. രാവിലെ കുറച്ച് മാങ്ങയുണ്ടായിരുന്നു. അത് അച്ചാറിട്ട്. ഈ മാങ്ങ അച്ചാറെന്ന് വെച്ചാൽ എനിക്കാണെങ്കിലും മക്കൾക്കാണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊന്ന് രാവിലെ ഞാൻ ആക്കി കൂട്ടിയൊക്കെ വെച്ച് കേട്ടോ. ഇത്തിരി ഉണ്ടായിരുന്നു. നല്ല പുളിയുള്ള മാങ്ങയായിരുന്നേ. അപ്പോൾ ഇന്നും നമ്മുടെ തട്ടിക്കൂട്ട് കറികളൊക്കെ തന്നെ നമ്മുടെ വീട്ടിൽ കേട്ടോ. ഇന്നും മീൻ ഇല്ല. നമ്മൾ മീൻ വാങ്ങിക്കത്തില്ല 1-ാം ദിവസം കേട്ടോ. അതുകൊണ്ട് തട്ടിക്കൂട്ട് കറികൾ തന്നെയാണ് ഇന്നും നമ്മൾ ഉണ്ടാക്കുന്നത്. ഒരു പപ്പടം കാച്ചണം. ചമ്മന്തിപ്പൊടി ഇരിക്കൊണ്ടേ. ഇന്നലത്തെ പിന്നെ നമ്മുടെ ഓട്ടമോര് കാച്ചിയതുണ്ടല്ലോ. തേങ്ങ അരയ്ക്കാട്ടോ ആ മോരാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇരിപ്പുണ്ടേ. പിന്നെ സാമ്പാർ വെക്കാനും ഇരിപ്പുണ്ട്. ഞാൻ ചോദിച്ചു നോക്കട്ടെ, സാമ്പാർ വേണമെങ്കിൽ വയ്ക്കും. നമ്മുടെ മാങ്ങ അച്ചാർ ഇങ്ങനെ ഇരിക്കുന്നു. രാമല അച്ചാറിട്ട് ഇനി ഇതിനകത്ത് ഒന്ന് വെന്ത് വരുമ്പോൾ നമ്മൾ തേങ്ങ തിരിക്കിടും. വേവട്ടെന്ന് പതുക്കെ ഇടുന്നേ. ഇതിനകത്ത് എന്തൊക്കെ അരിഞ്ഞതെന്ന് ഞാൻ പറഞ്ഞു. സവാളയും പച്ചമുളകും കേട്ടോ. പിന്നെ കടുക് വറുത്ത് നമ്മൾ അതിലേക്ക് അങ്ങിട്ട് കൊടുക്കും. പിന്നെ ഇത്തിരി അത് ഒന്ന് വേവാകുമ്പം കുറച്ച് തേങ്ങയും കൂടെ നമ്മൾ തിരികെ. പിന്നെ മഞ്ഞൾപ്പൊടി വേണം എന്നുള്ളവർക്ക് മഞ്ഞൾപ്പൊടി ഇടാൻ കേട്ടോ. നല്ലൊരു തോരനാണ്. എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പടവലങ്ങയൊക്കെ നല്ലതല്ലേ, സൂപ്പറാണ്. പിന്നെ നമ്മൾ ചതച്ച് വാരി ഇടാറുണ്ട് കേട്ടോ ഇവിടെ പടവലങ്ങ തോരന്. എനിക്ക് പക്ഷേ ഇങ്ങനെ കഴിക്കുന്നതാണ് ഇഷ്ടം കേട്ടോ. ഞാൻ വെക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കും. നമ്മുടെ അമ്മ ഉണ്ടാക്കുമ്പോൾ അമ്മ ചതച്ച് വാരിയാണ് ഇടുന്നത് കേട്ടോ. നമ്മുടെ പടവലങ്ങ തോരൻ റെഡിയായി. വെന്ത് വന്നു. ഇനി ആവിയിരുന്ന് നന്നായിട്ട് വേണമെങ്കിൽ ഇങ്ങനെ അങ്ങ് വെച്ചിരുന്നാൽ മതി കേട്ടോ. ഇത്തിരി നേരം കൂടി ഇരിക്കട്ടെ. നമ്മളങ്ങനെ ഒരു കുഞ്ഞ് സാമ്പാറും ഉണ്ടാക്കി കേട്ടോ. ഞാൻ വിചാരിച്ച് മോരുള്ളപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാമ്പാർ. മോര് സാമ്പാറും കൂടെ കൂട്ടാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞില്ല, ചിലപ്പോൾ ഉണ്ടാക്കും. അപ്പോഴുണ്ടാക്കി കേട്ടോ. നമ്മൾ സാമ്പാർ ഉണ്ടാക്കി. മക്കൾക്കും ഇഷ്ടമാണ് മോര് സാമ്പാറും. പിന്നെ നമ്മൾ 2 പപ്പടം കുറച്ചേ ഉണ്ടാക്കിയുള്ളൂ. രാത്രി ആർക്കും വേണ്ടാലോ. പപ്പടവും നമ്മൾ ചുട്ടെല്ലാം പൊള്ളിച്ച് വെച്ചിട്ടുണ്ട്. ചിന്നിനെ ഒരാൾ തിരക്കിയിട്ടുണ്ട് കേട്ടോ. ചിന്നിയെ കണ്ടോ, ചിന്നു വിളിച്ചാൽ വിളി കേൾക്കും. തേങ്ങ കൊടുത്താൽ തിന്നും. കണ്ടോ അവിടെ സ്നേഹം കണ്ടോ. ഞാൻ വിളിച്ചാൽ വിളി കേൾക്കും അവിടെ കേട്ടോ. എന്നെ നല്ലോണം അറിയാം. ഞാൻ ഈ നമ്മുടെ കുഞ്ഞ് അടുക്കളയിൽ നിന്നാലും അവൾ കയറി വരും കേട്ടോ. എന്നിട്ട് ഈ കസേര ഞാൻ ഇവിടെ ഇട്ടുണ്ട് നമ്മുടെ അടുക്കളയിലേ. ഇവള് ഒരു 2-3 ദിവസം നമ്മുടെ വീട്ടിലില്ലായിരുന്നു. പോയ വഴിക്ക് ഒരാളെയും കൊണ്ട് വന്നിട്ടുണ്ട്. എനിക്കറിയത്തില്ല ഇത് ആരാണെന്ന് കേട്ടോ. 2 കൂടെ ഇപ്പോൾ ഇവിടുത്തെ പയറ്റക്കം നമ്മുടെ അടുക്കളയിലൊക്കെ കയറും കേട്ടോ. ചോറ് പാത്രത്തിലൊക്കെ ഞാൻ ചോറ് വിളമ്പി വെച്ചേക്കും. അതൊക്കെ കഴിക്കും. തേങ്ങ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ എപ്പോഴും തേങ്ങ നമ്മുടെ ആ ചിരവയുടെ അവിടെ എടുത്ത് വെച്ചേക്കും കേട്ടോ. ഇങ്ങനെയും വന്നിരുന്ന് കഴിക്കും അവൾ.
ചിന്നേ എൻ്റെ കുഞ്ഞിനൊന്നും ഒന്നും കിട്ടിയില്ല കേട്ടോ. മക്കൾ തിന്നോടാ, മോളെ തിന്നോ. അപ്പോൾ ചിന്നു, എൻ്റെ ചിന്നു ഇതാണ്. വേറെ ചിന്നു, ഒരു പൊടി ചിന്നു പണ്ട് എൻ്റെ അടുത്ത് വന്നായിരുന്നു കേട്ടോ. അവളങ്ങ് പോയി. പക്ഷേ ഇവള് വരാറുണ്ട് എപ്പോഴും എൻ്റെ അടുത്ത് കേട്ടോ. ഇതേണ്ട, ഇവർ രണ്ടുപേരുമാണ് എൻ്റെ ചിന്നുവും മിന്നു ആണോ എന്താ കൂട്ടാളി, ഈ മിന്നു ആണോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ. അപ്പോഴേ നാളെ കുഞ്ഞൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.